എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഗോക്കു ആണെങ്കിൽ പതിയെ കണ്ണു തുറക്കുകയാണ്. അവരിപ്പോൾ തിരികെ എത്തിയിരിക്കുകയാണ്. ബ്ലാക്ക് മാൻ ആണെങ്കിൽ ഗോക്കുവിനോട് പറയും, നീ ആ ലൈറ്റ്നിങ് പവർ ഏറ്റ് കഴിഞ്ഞ 4 ദിവസമായിട്ട് ഉറങ്ങുമായിരുന്നു. ഗോക്കു ആണെങ്കിൽ അവന്റെ ബോഡിയൊക്കെ സ്ട്രെച്ച് ചെയ്ത് പതിയെ എഴുന്നേക്കും. ഓ നോ, 4 ദിവസമായിട്ട് ഞാനിവിടെ റെസ്റ്റ് ചെയ്യായിരുന്നു. അതിന് ബ്ലാക്ക് മാൻ പറയും, അതെ, പക്ഷേ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയ കാര്യം 4 ദിവസം കൊണ്ട് നീ അത്രയും വലിയൊരു പവർ നിന്ന് എല്ലാം ഓക്കെ ആയി ഹീൽഡായി പുറത്തു വന്നതാണ്. അത് കേട്ട് ഗോകുവും ഭയങ്കര ഹാപ്പി. ഗോകു ആണെങ്കിൽ ബ്ലാക്ക് മാനോട് പറയും, ഞാനിപ്പോൾ കറക്റ്റായിട്ട് ആ മിഷൻ ചെയ്യാൻ തയ്യാറാണ്. വിരോധമില്ലെങ്കിൽ എന്നെ ഒരിക്കൽ കൂടെ അവിടേക്ക് കടത്തി വിട്ടൂടെ. അതിനാ ബ്ലാക്ക് മാൻ പറയും, ഇനി നീ ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, നിനക്ക് മറ്റൊരു ടാസ്ക് തരാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഗോകുവിനെയും കൂട്ടി ആ റൂമിലേക്ക് വരും. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യും. ഗോകു ആണെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ ഒരുപാട് എക്സൈറ്റഡ് ആവും. അതിനുശേഷം അവന്റെ അടുത്ത മിഷൻ അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇപ്പൊ ആ സ്ഥലം തന്നെ ചേഞ്ച് ചെയ്യുകയാണ്. ഗോകു ആണെങ്കിൽ ഇപ്പൊ ഒരു വെള്ളത്തിലേക്ക് വീഴും. കട്ട് ചെയ്ത ഇപ്പൊ അവൻ മറ്റൊരു സ്ഥലത്താണ്. അവൻ ആ പോണ്ടിൽ നിന്ന് രക്ഷപ്പെട്ട് കരയിലേക്ക് കയറാൻ മരത്തിൽ കെട്ടിയിട്ടിരുന്ന ഒരു കയർ പിടിച്ച് വലിക്കും. പക്ഷെ അവനെ കൊണ്ട് കഴിയില്ല. അവസാനമായിട്ട് അവനവന്റെ ഹാമേ പവർ അതുപയോഗിച്ച് മുകളിലേക്ക് ചാടി വരികയാണ്. അതുണ്ടായിരുന്ന നദിക്കരയിലേക്ക് ഗോകു പോയി അവന്റെ ഡ്രസ്സും ശരീരവും മുഴുവൻ കഴുകി വൃത്തിയാക്കും. പിന്നീട് അവനവന്റെ തുണിയും അതുപോലെ തന്നെ ചെരുപ്പുകളും എല്ലാം ഒരു കമ്പിൽ കോരുത്ത് അങ്ങനെ മുൻപോട്ടേക്ക് നടക്കും. ഒന്നോ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, എനിക്ക് ഫുഡ് കഴിച്ചേ പറ്റൂ, അല്ലാതെ എനിക്ക് ട്രെയിനിങ് എടുക്കാൻ കഴിയില്ല. അങ്ങനെ വിശന്നു വലഞ്ഞു വരുമ്പോഴായിരിക്കും നമ്മുടെ ഗോകുവിന് നല്ല ഫുഡിന്റെ മണം കിട്ടുക. അവൻ സ്മെല്ല് കിട്ടിയ ഭാഗത്തേക്ക് ചാടി വരും. ദൂരത്തായിട്ട് ഒരു പ്ലേറ്റിൽ ഇപ്പോ മീറ്റ് ഇരിക്കുന്നത് കാണും. അവൻ ആർത്തിയോട് കൂടെ അതിൽ കയറി പിടിക്കുന്ന പക്ഷം അത് ക്ലോസ് ആയി അവൻ ഒരു ട്രാപ്പിൽ പെട്ടുപോവാണ്. ഗോകു ആണെങ്കിൽ ബോക്സ് തകർത്ത് ട്രാപ്പ് കീറിക്കളഞ്ഞ് ഇപ്പൊ മരക്കൊമ്പിലേക്ക് ലാൻഡ് ചെയ്യും. അത് ദേഷ്യപ്പെട്ട് ഒച്ചത്തിൽ നിലവിളിക്കുകയാണ്. ആ ട്രാപ്പ് വെച്ച ആളാണെങ്കിൽ ഗണ്ണുമായിട്ട് അവിടേക്ക് കടന്നു വരും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഗോകു ആണെങ്കിൽ ഇപ്പോൾ ആളുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ആളാണെങ്കിൽ ഗോകുവിനോട് ക്ഷമ പറയും, ഐ എം സോറി, ഞാൻ എലികളെയും അതുപോലെ തന്നെ റാബിറ്റിനെ ഒക്കെ പിടിക്കാനായിട്ട് ട്രാപ്പ് വെച്ചതായിരുന്നു, പക്ഷെ അതിൽ വീണത് നീ. ഗോകു ആണെങ്കിൽ ക്യാഷ്വലായിട്ട്, അതൊന്നും കുഴപ്പമില്ല, എനിക്ക് നിങ്ങൾ വയറ് നിറച്ച ആഹാരം തന്നു, ഞാനിപ്പോൾ ഹാപ്പിയാണെന്ന് പറയും. വേട്ടക്കാരനാണെങ്കിൽ ഡബിൾ ഹാപ്പി. ആളാണെങ്കിൽ ആളുടെ വൈഫിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആദ്യമായിട്ടാണ് എൻ്റെ ട്രാപ്പിൽ ഒരു ഹ്യൂമൻ വീഴുന്നതെന്ന് പറഞ്ഞ് ആളുടെ കുഞ്ഞുങ്ങളെ പുറത്തേക്ക് വിളിക്കുകയാണ്. ഗോകു ആണെങ്കിൽ ആ കുട്ടികളെ കണ്ട് ഞെട്ടും. ഓ നോ, നിങ്ങൾക്ക് ഇത്രയും മക്കളുണ്ടായിരുന്നോ. അതിനാളാണെങ്കിൽ ഇപ്പോൾ ഓരോ മക്കളെയായിട്ട് ഗോകുവിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. അങ്ങനെ അവരെല്ലാവരും ഗോകുവിനോട് സംസാരിക്കുമ്പോൾ ചെറുതായിട്ട് നമ്മുടെ ആളുടെ ഗ്യാസ് ഒന്ന് റിലീസാവും. അത് കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ്. അടുത്ത നിമിഷം അവരുടെ ഗ്രാൻഡ് പാ ഒരുപാട് ഫിഷുകളുമായിട്ട് അകത്തേക്ക് കയറി വരും. കുഞ്ഞുങ്ങളെല്ലാവരും അദ്ദേഹത്തെ റൗണ്ട് ചെയ്ത് വളരെ സ്നേഹത്തോടു കൂടെ ആളോടൊപ്പം ചേർന്ന് നിൽക്കും. ഗോകുവിനെ കണ്ട ആ ഗ്രാൻഡ് പേ ആണെങ്കിൽ അവനെ വെൽക്കം ചെയ്ത് ഇപ്പോൾ അവരെല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്. എല്ലാവരും അത്ഭുതത്തോടു കൂടെ ഗോകുവെ തന്നെ നോക്കി നിൽക്കും. കാരണം അവനാണെങ്കിൽ ഒരുപാട് ഫുഡ് ഒറ്റയടിക്ക് വലിച്ചു വാരി തിന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അവരാദ്യമായിട്ടാണ് അങ്ങനെ ഒരാൾ ഫുഡ് കഴിക്കുന്നത് കാണുന്നത് പോലും. ആ വേട്ടക്കാരനാണെങ്കിൽ ഇപ്പൊ ഗോകുവിനോട് അവന്റെ ജേണിയെ കുറിച്ച് ചോദിക്കും. അതിന് ഗോകു പറയും, ബ്ലാക്ക് മാൻ അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അത് കേട്ട് എല്ലാവരും ഷോക്കാവുകയാണ്. ബ്ലാക്ക് മാൻ, അവൻ ശരിക്കും ബ്ലാക്ക് ആണോ, അവനെ കാണാൻ ഇതുപോലെയാണോ എന്നൊക്കെ ചോദിച്ച് ഓരോരുത്തർ ഗോകുരൊക്കെ ഇട്ട് കാണിക്കും. ഉടനെ ഗോകു ആണെങ്കിൽ അവന്റെ പല്ല് മുഴുവൻ ഇളിച്ച് കാണിച്ച് ബ്ലാക്ക് മാനെ കാണാൻ ഏകദേശം ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അവർക്ക് കാണിച്ചു കൊടുക്കും. അവൻ എനിക്കൊരു മിഷൻ തന്നിരുന്നു, അത് കംപ്ലീറ്റ് ചെയ്യാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഇവിടെ എനിക്കൊരാളുമായിട്ട് ഫൈറ്റ് ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് പറയും. അത് കേട്ട് എല്ലാവരും ചിരിക്കും. പിന്നീട് അവര് ഹാപ്പിയായി ഫുഡ് കഴിച്ച് കുഞ്ഞുങ്ങളുമായിട്ട് കളിച്ച് ഉറങ്ങി അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുകയാണ്. ഗോകു ആണെങ്കിൽ ഇപ്പൊ കൂർക്കം വലിച്ച് ഉറങ്ങുകയാണ്. അടുത്ത് കിടക്കുന്ന കുട്ടിക്കാണെങ്കിൽ ഗോകുവിന്റെ കൂർക്കമലി കാരണം പ്രോപ്പറായിട്ട് ഉറങ്ങാൻ കഴിയില്ല. സോ ആ കുഞ്ഞാണെങ്കിൽ ഗോകുവിന്റെ മൂക്ക് പൊത്തിപ്പിടിക്കും. ഉടനെ ഗോകുവിന്റെ കൂർക്കമലി ശബ്ദം അത് സൈലന്റ് ആവുകയാണ്. ഇവിടെ എല്ലാവരും സമാധാനമായിട്ട് അങ്ങനെ റിലാക്സ് ചെയ്ത് കിടന്നുറങ്ങും. അല്പസമയം കഴിഞ്ഞൊരു കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഇപ്പൊ ഗോകുവിന്റെ അടുത്ത് വന്ന് കിടക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ആ ഒരു ഹണ്ടറും ആളുടെ വൈഫും അവരും സുഖമായിട്ട് കിടന്നുറങ്ങും. അവിടുന്ന് അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത കാമേ ഹൗസ് കാണിക്കും. കടലില് നമ്മുടെ മാർഷൽ ആർട്സ് മാനും ഹാൻസം ബോയും അവർ രണ്ടുപേരും വാശിയോടുകൂടെ ട്രെയിനിങ് എടുത്ത് സ്വിം ചെയ്യുകയാണ്. അവർ പരസ്പരം പറയും, തീർച്ചയായിട്ടും 3 വർഷത്തിനുള്ളിൽ നമ്മൾ സ്ട്രോങ് ആവും. ഫേസ് ചെയ്യാൻ പോകുന്നത് ലോകത്തിൽ തന്നെ പവർഫുൾ ആയ ഗോകുവിനെയാണ്. സോ നമ്മൾ നന്നായിട്ട് ട്രെയിനിങ് എടുത്ത് വേണം അവനെ ഡിഫീറ്റ് ചെയ്യാനായിട്ട്. അടുത്ത നിമിഷം മൊട്ടപ്പനാണെങ്കിൽ മുകളിലേക്ക് ഉയർന്നു വരും. അവനോടല്ല, എന്നോടും കൂടെയാണ് നിങ്ങൾ മത്സരിക്കുന്നത്, അതൊരു കാരണവശാലും നിങ്ങൾ മറക്കാനായിട്ട് പാടില്ല, എന്റെ പവറിനെയും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ സ്വിം ചെയ്ത് പോകും. കട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ ആൾക്കാരെല്ലാവരും മാസ്റ്റർ റോഷിയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. ആണെങ്കിൽ ടെൻഷനായി മാസ്റ്റർ റോഷിയോട് ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തവണ ഞങ്ങൾക്ക് ട്രെയിനിങ് തരാത്തത്? അതിന് മാസ്റ്റർ പറയും, ഓൾറെഡി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് എല്ലാം ഞാൻ തന്നു കഴിഞ്ഞു. മാത്രമല്ല ഗോകുവിന്റെ പവർ ഒരു ഡിവൈൻ പവറാണ്. മാത്രമല്ല ഇപ്പോ
ലോകത്തിന് തന്നെ ഗാർഡാണ് അവന് ട്രെയിനിങ് കൊടുക്കുന്നത്. സോ അത്രയ്ക്കുള്ള പവർ എബിലിറ്റി ഒന്നും എനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കൂടുതൽ കാര്യം പറഞ്ഞു തരാത്തത്. അതിന് മാർഷൽ ആർട്സ് മാനും ഹാൻസം ബോയും ഇപ്പോൾ മാസ്റ്ററിനെ കൺവിൻസ് ചെയ്യും. നിങ്ങൾക്കാണ് ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉള്ളത്, തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് അതിന് കഴിയും. ഞങ്ങളെ ഗൈഡ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് മാത്രമേ പറ്റൂ. ഉടനെ വേറെ വഴിയില്ലാതെ ഇപ്പോൾ മാസ്റ്റർ ഇത് സംബന്ധിച്ച് ഇപ്പോൾ പഴയ സ്റ്റോറീസ് നന്നായിട്ട് പറയാൻ തുടങ്ങും. അത് കേട്ട് ബോറടിച്ച നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഓരോ ഭാഗത്തേക്ക് പോവാണ്. ബൊൽമയ്ക്കാണെങ്കിൽ ആ സ്റ്റോറി കുറച്ച് ഇഷ്ടമാവും. അവളാണെങ്കിൽ ഇപ്പോൾ മാസ്റ്ററിന് ഒരു തട്ടൊക്കെ കൊടുത്ത് കടന്നു പോകും. മാസ്റ്റർ ആണെങ്കിൽ ഇപ്പോൾ ഹാൻസം മാനും അതുപോലെ തന്നെ മാർഷൽ ആർട്സ് മാനും ട്രെയിനിങ് കൊടുക്കാനായിട്ട് തുടങ്ങും. കട്ട് ചെയ്ത ഇവിടെ ഗോകു അവനാണെങ്കിൽ ആ കുട്ടികളോടും പപ്പയോടും മമ്മിയോടും എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇപ്പോൾ ഗ്രാൻഡ് പേയോട് കൂടെ പുറത്തേക്ക് പോവാണ്. ഗോകു ആണെങ്കിൽ ആ ഗ്രാൻഡ് പേയോട് ചോദിക്കും, നിങ്ങൾ എത്ര കാലമായി ഫിഷിംഗ് ചെയ്യുന്നു? അതിനാൾ പറയും, ഞാൻ നീണ്ട 60 വർഷമായി ഫിഷിംഗ് ചെയ്യുകയാണ്. ഞാൻ എൻ്റെ വീട്ടിലുള്ളവർക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് എൻ്റെ നെയ്ബേഴ്സിന് വേണ്ടി, എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി എല്ലാവർക്കും ഫിഷിംഗ് ചെയ്ത് കൊടുക്കാറുണ്ട്. അത് കേട്ട് ഗോകുവിന് ഒരുപാട് സന്തോഷം. ഒരു ഘട്ടം എത്തി കഴിയുമ്പോൾ രണ്ടുപേരും രണ്ട് ഭാഗത്തേക്ക് പിരിയും. അപ്പാപ്പനാണെങ്കിൽ ഗോകുവിനെ വിഷ് ചെയ്ത് പറഞ്ഞയക്കുകയാണ്. ഗോകു ആണെങ്കിൽ താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഒരുപാട് ദൂരം നടന്ന് അവൻ അന്വേഷിച്ചു വന്ന ആളെ കണ്ടെത്തും. ഗോകു ആണെങ്കിൽ ഒരു കപ്പട താടിക്കാരൻ്റെ അടുത്തേക്ക് വരികയാണ്. അതിനുശേഷം ആളോട് പറയും, നിങ്ങളോട് ഫൈറ്റ് ചെയ്യാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ആൾക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ആൾ ഗോകുവിനോട് ചോദിക്കും, ഇതിൽ നീ എന്നോട് ഫൈറ്റ് ചെയ്യാൻ തന്നെയാണോ ഇവിടേക്ക് വന്നത്? നീ ഒരു പൊടി പയ്യനല്ലേ? ഞാനൊരു വലിയ ആളാണ്, എനിക്ക് ഭയങ്കര പവറാണ്, നിനക്ക് എന്നോടൊപ്പം ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ? അതിന് ഗോകു പറയും, ഉറപ്പായാലും എനിക്ക് പറ്റും, ഇതെന്റെ മിഷനാണ്, നിങ്ങൾ എന്നോട് ഫൈറ്റ് ചെയ്തേ പറ്റൂ. അതിനാളാണെങ്കിൽ ഗോകുവിനോട് പറയും, ഓക്കെ, ഒരല്പസമയം എനിക്ക് ആവശ്യമാണ്, എനിക്കൊന്ന് പ്രെയർ ചെയ്യണമെന്ന് പറഞ്ഞ് ആൾ പ്രാർത്ഥിക്കും. ആളാണെങ്കിൽ വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് ഇപ്പൊ ഗോകുവിനെ ആഞ്ഞടിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ ഗോകു ആണെങ്കിൽ ആളുടെ കൈ തട്ടി മാറ്റി ആളെ പഞ്ച് താഴെ ഇടുകയാണ്. ഗോകുവിന്റെ ഒറ്റ പഞ്ചില് ആളങ്ങനെ അടിച്ച് താഴെ വീഴും. ഗോകു ആണെങ്കിൽ ആളുടെ ദേഹത്ത് കയറിയിരുന്ന് ആളെ തട്ടി എഴുന്നേൽപ്പിക്കും. ആളാണെങ്കിൽ ചാടി എഴുന്നേറ്റ് ഇപ്പൊ കൈകൂപ്പി, ഞാൻ തോറ്റു, നിങ്ങളാണ് പവർഫുൾ എന്ന് പറയും. ഗോകുവിനാണെങ്കിൽ കാര്യം പിടികിട്ടും. അവൻ ഫൈറ്റ് ചെയ്യാനായിട്ട് കടന്നു വന്ന യഥാർത്ഥ വാരിയർ അത് ഇദ്ദേഹമല്ല. സോ ഡിസപ്പോയിന്റഡ് ആയിട്ട് ഗോകു അങ്ങനെ നടന്നു വന്ന് ഇപ്പോൾ ഒരു നദിക്കരയിൽ കിടന്ന് ഉറങ്ങുകയാണ്. നെക്സ്റ്റ് ഡേ മോർണിംഗ് അവൻ കണ്ണു തുറന്നു നോക്കും. അവന്റെ തൊട്ടടുത്ത് ആ ഒരു ഗ്രാൻഡ് പ. ഗോകു ആണെങ്കിൽ ആ ഗ്രാൻഡ് പയെ കണ്ട് ഒരുപാട് ഹാപ്പി ആവുകയാണ്. ഗ്രാൻഡ് പേ ആണെങ്കിൽ ഇപ്പൊ ചൂണ്ടയും സ്റ്റിക്കും അവന്റെ കയ്യിൽ കൊടുക്കും. അതിനുശേഷം അവനോടും മീൻ പിടിക്കാൻ പറ്റുമെന്ന് ചോദിക്കും. ഗോകു ആണെങ്കിൽ ഒരുപാട് നേരം ട്രൈ ചെയ്തിട്ടും അതുകൊണ്ടാണെങ്കിൽ ഒരു മീൻ പോലും പിടിക്കാനായിട്ട് കഴിയില്ല. ഉടനെ ആ ഗ്രാൻഡ് പേ ആണെങ്കിൽ അവന് ട്രെയിനിങ് കൊടുക്കും. നീ കറക്റ്റായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം. ആദ്യം നദിയുടെ ആ ഒരു ഒഴുക്കിന്റെ ശബ്ദം നീ മനസ്സിലേക്ക് കൊണ്ടുവരണം. അതിനുശേഷം നിന്റെ സ്ട്രെസ് കുറച്ച് ഫിഷ് അതിലേക്ക് അടുക്കുന്നുണ്ടോ എന്ന് നീ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. എന്നിട്ട് ഫിഷ് അതിൽ കൊത്തുന്ന കറക്റ്റ് സമയം നീ അത് ഉയർത്തണം. ഇപ്പോൾ കൊടുത്ത ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ഗോകു ആണെങ്കിൽ കറക്റ്റായിട്ട് ആ ചൂണ്ട പിടിച്ച് പൊക്കും. അതിൽ അവൻ കരുതിയതുപോലെ തന്നെ ഒരു മീൻ കുടുങ്ങിയിരിക്കുകയാണ്. അവനാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഗ്രാൻഡ് പാ അവന്റെ സന്തോഷം കണ്ട് ഒരുപാട് സന്തോഷിക്കും. ഗ്രാൻഡ് പേ ആണെങ്കിൽ ഗോകുവിനോട് ചോദിക്കും, നിനക്ക് നിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല അല്ലേ? അതിന് ഗോകു പറയും, ഇല്ല. ഗ്രാൻഡ് പേ ആണെങ്കിൽ അവനെ സമാധാനിപ്പിക്കും, തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് നിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് കഴിയും. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത് കാണിക്കും. ഇവിടെ നും ബ്ലാക്ക് മാനും അവർ രണ്ടുപേരും ഗോകുവെ തന്നെ നോക്കുകയാണ്. ഗോകു ആണെങ്കിൽ ഹാപ്പി ആയിട്ട് ഗ്രാൻഡ് പേയോട് സംസാരിച്ച് മീൻ പിടിക്കുന്നതോട് കൂടെ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.